ദിയാസ് റെസിപ്പിയിൽ ഇത് ജിജിയാണ്. ഇത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ഉണ്ടാക്കിയ റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. മോസ്റ്റ് ഓഫ് ദ വീക്ക് ഡേയ്സ് ഞാൻ ദോശ, ഇഡ്ഡലി, പുട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്നുണ്ട്. നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബേഗൽ ബട്ടർ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്തതും മഷ്റൂമിൻ്റെ ഓംലെറ്റും ഗ്രേപ്പിൻ്റെ ജ്യൂസുമാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മഷ്റൂമിൻ്റെ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മഷ്റൂം വേണം, പിന്നെ ഓംലെറ്റിനുള്ള സാധാരണ സവോളയും പച്ചമുളകും ഒക്കെ വേണം. മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും ചേർത്തിട്ട് ഇളക്കുകയാണ്. അതിനകത്തേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പൈസസൊക്കെ ചേർക്കാം. ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കും. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബേഗിൾ ടോസ്റ്റ് ചെയ്യാം. 2 ഫ്ലേവറിലുള്ള ബേഗിൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. സെസമി ബേഗിളും ഹാലപ്പിനോ ബേഗിളും. കോസ്കോയിൽ പോയപ്പം കഴിഞ്ഞ ദിവസം ഇത് സെയിലിന് കിട്ടിയതാണ്. ഇനി ഗ്രേപ്പ് ജ്യൂസും ഞാൻ അതിനിടയ്ക്ക് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇപ്പം മുട്ട നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് തിരിച്ചിടുന്നതിനെക്കാട്ടും ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കമത്തി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. പൊട്ടിയാൽ പൊട്ടിയ ഓംലെറ്റ്. ഒരു ഗ്രില്ലിംഗ് പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ബേഗിൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ടോസ്റ്റർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടോസ്റ്റർ ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ടോസ്റ്റർ ഇല്ല. സോ ഞാനൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രത്യേകിച്ച് ബേഗിളും മഷ്റൂമിൻ്റെ ഓംലെറ്റും ഗ്രേപ്പ് ജ്യൂസും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ തീർന്നു പോയ സാധനങ്ങളൊക്കെ ഒന്ന് റീഫിൽ ചെയ്തു. കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഗ്രോസറി വാങ്ങിക്കാനായിട്ട്. ഇത് ലോട്ടസിൻ്റെ ഫ്ലവറാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് കാനഡയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നുമില്ല. മക്കാനയ്ക്ക് പ്രത്യേകിച്ച് ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറൊക്കെ ആഡ് ചെയ്യാം. ഇത് ഞാൻ സ്നാക്കായിട്ട് ഓഫീസിൽ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെയാണ് കാഷ്യൂസും ബദാമും ഒക്കെ ഒന്ന് റീഫിൽ ചെയ്തു. ഇത് പിന്നെ കറുത്ത കസ്കസാണ്. ഇത് ഞാൻ എപ്പോഴും വാങ്ങിച്ച് ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. ഇതും തീർന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ചിയാ സീഡ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ചിയാ സീഡ് മേടിച്ചിട്ടില്ല. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് ട്രൈ ചെയ്യണം. പിന്നെ സ്പൈസസ് മസാലയൊക്കെ ഞാൻ ഇട്ട് റീഫില്ല് ചെയ്തു. ഇതൊക്കെയാണ് സാറ്റർഡേയ്സിൽ നമുക്ക് ഉള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് പൊടിച്ചിരിക്കുന്ന മസാലകൾ, ജീരകമൊക്കെ.
ഫ്രിഡ്ജിൽ തിലാപ്പിയ ഹോളായിട്ട് മേടിച്ചതുണ്ടായിരുന്നു. ഈസ്റ്ററിന് മേടിച്ചതാണ് ശരിക്കും മീൻ പൊള്ളിക്കാനായിട്ട്. അന്ന് വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ഈസ്റ്റർ കഴിഞ്ഞ വിഷുവായി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു മീൻ പൊള്ളിച്ചതും ഒരു നാടൻ ഊണുണ്ടാക്കാം. മീൻ പൊള്ളിച്ചതൊക്കെ വെച്ചിട്ട് തിലാപ്പി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് ഓൾറെഡി അവർ ക്ലീൻ ചെയ്ത് തരുന്നതാണ്. പക്ഷേ ഒന്ന് നന്നാലും ഒന്നും കൂടെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ചെതുമ്പലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം. എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ പൊടി, ലൈം ജ്യൂസ് ഇത്രയും കൂടി ഉപയോഗിച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി മീനിൻ്റെ പുറത്ത് തേച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് കുറച്ചധികം സമയം ഞാൻ വെക്കുന്നുണ്ട്. തിലാപ്പിയ ഫ്രഷ് ആയിട്ട് ഇവിടെ കിട്ടുന്ന ഒരു മീനാണ്. എപ്പോഴും കോമൺ ആയിട്ട് അവൈലബിളുമാണ്. അത് നമ്മൾ ഏഷ്യൻ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ടാങ്കിലിട്ട് വളർത്തുന്നുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ലൈവായിട്ട് അതെടുത്ത് കട്ട് ചെയ്ത് തരും. നാട്ടിലും ഇപ്പോൾ ഒരുപാട് ഇതുപോലെയുള്ള തിലാപ്പിയൊക്കെ വളർത്തുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് തിലാപ്പിയും കൊഞ്ചുമൊന്നും കഴിക്കാൻ തോന്നാറില്ല. കാരണം അതൊക്കെ ഇവിടെ അവൈലബിളാണ്. നമുക്ക് കിട്ടാത്ത ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ അയില, നെത്തോലി അല്ലെങ്കിൽ കൊഴുവ, ഫ്രഷ് മത്തി ഇതൊക്കെയാണ്. ഞാനൊരു കഷ്ണം കുമ്പളങ്ങ എൻ്റെ ഫ്രണ്ട് അവരെ വീട്ടിലുണ്ടായതാണ്, അത് തന്നിട്ടുണ്ടായിരുന്നു. അത് കുമ്പളങ്ങയും പച്ചമാങ്ങയും ഉണക്കച്ചെമ്മീനും ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് ചോറിന്. കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മാങ്ങയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും മാങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കിയ ഉണക്കച്ചെമ്മീനും ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ഉപ്പും ഒരു നുള്ള മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് ചേർത്ത് ചെറിയ തിള വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് കടുക് താളിച്ചെടുക്കണം. ഇത് പോർക്കാണ്, പോർക്ക് സ്ലൈസസ്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പോർക്കിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കുകയാണ്. പോർക്കിൻ്റെ റെസിപ്പി ഞാൻ 2 ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെമ്മീനും മാങ്ങയും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ രീതിയിൽ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തെടുക്കണം. കടുക് വറുക്കുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം കടുക് വറുത്തെടുക്കാനായിട്ട്. പോർക്ക് വേവിച്ചെടുക്കുകയാണ്. സാധാരണ ഇവിടുത്തെ പോർക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, നാട്ടിലെ പോർക്ക് പോലെയല്ല. അതുകൊണ്ട് ഞാനിത് ചട്ടിയിലാണ് ഇട്ട് വേവിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ പോർക്കും അതിനകത്ത് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് വിനാഗിരി, ഉപ്പ് ഇത്രയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി ചെറിയ തീയിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ആദ്യം അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കപ്പ വേവിക്കാനായിട്ട് ഇട്ടുന്ന് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മുളകൊക്കെ പിടിച്ച് മാരിനേറ്റ് ആയിട്ടിരിപ്പുണ്ട്. കുറച്ച് നേരമായി. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് മീനിട്ടിട്ട് 2 സൈഡും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
ചാലഞ്ചിങ് ആണ്. മീൻ പൊട്ടാകാതെ വേണം മറിച്ചിടാനായിട്ട്. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഞാൻ പോർക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പെരിഞ്ചീരകം കൂടുതലായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് ചേർക്കുക. കുറച്ചധികം പെരിഞ്ചീരകം ചേർക്കുന്ന കുറച്ച് ടേസ്റ്റ് കൊടുക്കുന്നതായിരിക്കും പോർക്ക് ഫ്രൈക്ക്. ഇനി നമ്മൾ മീൻ പൊള്ളിക്കാനായിട്ട് മീൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സവോള എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പച്ചമുളക്, തക്കാളി പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കുകയാണ്. മീൻ പൊള്ളിക്കുകയാണെങ്കിലും എൻ്റെ കയ്യിൽ ഇലയൊന്നുമില്ല, സോ ഞാൻ ഫോയിലാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്തൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉപ്പൊക്കെ നോക്കി കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയില ഉപയോഗിക്കാം. ഞാനിത് ഈ മസാല ഈ മീനിൻ്റെ മുകളിലും ഒന്ന് കുറച്ചെടുത്ത് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു ഫോയിൽ ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് ഇത് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കും. മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേബിളിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ചെമ്മീനും കുമ്പളങ്ങിയും മാങ്ങയിട്ട കറിയും കപ്പയും പോർക്കും മീൻ പൊള്ളിച്ചതുമാണ്. പിന്നെ ഞാൻ മഷ്റൂമിൻ്റെ തോരൻ ഉണ്ടാക്കിയായിരുന്നു, അച്ചാറുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ചോറ്, ഒരു നാടൻ ഊണ്. വിഷുവിന് ശർക്കര ഉരുക്കി വെച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു, ഒരു പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരിക്കലും ഉണ്ണിയപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും ശർക്കരയുടെ പാനിയും പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. ഉണ്ണിയപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ല ഇത്, കുറച്ച് തിക്കായിപ്പോയി. ഞാനിത് ലൂസാക്കാൻ വേണ്ടി കുറച്ച് പാലൊഴിക്കുകയാണ്. പാലൊഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് കറുത്ത എള്ളും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. ഉണ്ണിയപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ണിമധുരമായിട്ട് മാറുമായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.
കാണാനൊക്കെ ശരിക്കും ഉണ്ണിയപ്പം പോലെ തന്നെയുണ്ട്, ടേസ്റ്റും ഉണ്ണിയപ്പം പോലെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തെ ഇതൊന്ന് ചുരുങ്ങിപ്പോയി, ഇത് ഷ്രിങ്ക് ആയിപ്പോയി. ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു. പക്ഷേ ഇത് ആ ഉണ്ണിയപ്പത്തിൻ്റെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് ഷ്രിങ്ക് ആയിപ്പോയി ഇത്. പിന്നെ നല്ല ഒരു ഹെവി ആയിട്ടുള്ള നാടൻ ഊണ് കഴിച്ചതുകൊണ്ട് ഇന്ന് ഡിന്നറിന് ഈസി ആയിട്ടുള്ളൊരു റാപ്പാണ്. കഴിഞ്ഞ ദിവസം കോസ്കോന്ന് വാങ്ങിച്ച റോട്ടസറി ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ പകുതി ഹാഫ് ഞങ്ങൾ കഴിച്ചു. ഇതിൻ്റെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഞാനിതിനെ ഇത് ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് ആവശ്യത്തിന് സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് ഫ്ലേവർ ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് റാപ്പിനകത്ത് വെച്ച് റാപ്പ് ഉണ്ടാക്കും. അതാണ് ഇന്നത്തെ ഡിന്നർ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ഈ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി കുക്ക്ഡാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് മുളക് പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗാർലിക്കിൻ്റെ പൊടിയും അണിയൻ പൗഡറും ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അറബിക് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടൊരു മസാല മേടിച്ചു, അതും കുറച്ചൊന്ന് ട്രൈ ചെയ്യണം അതിനകത്തേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ടേസ്റ്റ് ആക്കി എടുക്കുക. ഇതൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടല്ലേ. ടോർട്ടില മേടിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ലെറ്റസിൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കും. അതിനുശേഷം സവോള വെച്ച് കൊടുക്കുന്നുണ്ട്, തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവോള വെച്ച് കൊടുക്കുന്നുണ്ട്. പിക്കിൾ വെച്ച് കൊടുക്കുന്നുണ്ട്, പിക്കിൾഡ് കുക്കുംബർ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൈസി ഹെബനാരോ സോസും കൂടെ ചേർത്തിട്ട് ഇത് റാപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വെജിറ്റബിളോ എന്ത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇത് ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ ലഞ്ചിനൊക്കെ കൊടുത്തു വിടാറുണ്ട്. ഭയങ്കര ഈസിയാണിത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിയാസ് റെസിപ്പി.